ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ലെറ്റർ ബോർഡ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ്. നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മൾ ചെയ്തിട്ടുള്ളത് പ്ലൈവുഡിലാണ്. ഇത് ഞാൻ ഒരുപാട് മുമ്പ് തുടങ്ങിയൊരു വർക്കായിരുന്നു. അപ്പോൾ അത് പകുതിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതെൻ്റെ കയ്യിൽ നിന്ന് വീഡിയോസൊക്കെ മിസ്സായിപ്പോയി. അപ്പം ഇവിടുന്ന് അങ്ങോട്ടുള്ള വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്തിട്ടുള്ളത് പ്ലൈവുഡാണ്. പ്ലൈവുഡ് എടുത്തിട്ട് ഇതുപോലെ രണ്ടെണ്ണം ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ 2 പ്ലൈവുഡ് ഒട്ടിച്ചിട്ട് ഒന്ന് കളർ ചെയ്തെടുത്തിട്ടുണ്ട്, ഫസ്റ്റ് കോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 2 പ്ലൈവുഡ് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഫെവിക്കോളിൻ്റെ, നമ്മൾ വുഡൊക്കെ ഒട്ടിക്കുന്ന ഫെവിക്കോളില്ലേ, അതാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് യൂസ് ചെയ്ത് രണ്ടും കൂടെ ഒട്ടിച്ചിട്ട് നമ്മളൊരു 3-4 കോട്ട് കളർ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് നമുക്ക് പെയിൻറ്റ് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. വുഡിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റിയ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തരും. അപ്പോൾ കുറച്ച് ഗ്ലേസിങ് ഉള്ളൊരു പെയിൻറ്റാണ്. അപ്പോൾ അതാണ് നമ്മളിതിന് ഒരു 3-4 കോട്ട് കൊടുത്തിട്ടുള്ളത്. അതാകുമ്പോൾ നമുക്ക് അത്രയും പെട്ടെന്ന് പോവില്ല, നല്ല ലാസ്റ്റ് ചെയ്യും. ഇപ്പോൾ വെള്ളം തട്ടിയാൽ പോലും വലിയ കുഴപ്പമൊന്നും പറ്റില്ല. അപ്പം അത് നമ്മളടുത്തുള്ള ഏതെങ്കിലും ഒരു പെയിൻറ്റ് ഷോപ്പിൽ പോയിട്ട് ചോദിച്ചാൽ മതി. നമ്മൾ ഈ ഒരു ഫെവിക്കോൾ വെച്ചിട്ടാണ് നമ്മൾ 2 പ്ലൈവുഡും കൂടെ ഒട്ടിച്ചിട്ടുള്ളത്. ഈ ഒരു ലെറ്റർ കട്ട് ചെയ്തിട്ടുള്ളത് നമ്മൾ ഇതിൽ കാണിച്ചിട്ടുള്ള അതുപോലത്തെ ഫോം ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. സാധാരണ ഗ്ലിറ്റർ ഫോം ഷീറ്റാണ്. അപ്പോൾ അത് ഒന്ന് ഒട്ടിച്ചെടുത്തിട്ട് അതിൻ്റെ സൈഡിൽ നമ്മൾ വൈറ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു റിബൺ എടുത്തിട്ട് അതിൻ്റെ അറ്റമൊക്കെ ഒന്ന് ഉരുക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഇവിടെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഫെവിക്കോൾ ആട്ടോ യൂസ് ചെയ്തിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അതിപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഗമ്മാണെങ്കിലും യൂസ് ചെയ്യാം. ഫെവിക്കോൾ ആകുമ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് ഒട്ടി നിൽക്കും. ഇതിൽ നമുക്ക് ഫസ്റ്റത്തെ ആ ഒരു ഭാഗം ചെയ്തെടുക്കാനാണ് ബുദ്ധിമുട്ട്. പിന്നെ നമുക്ക് അത്രയും ബുദ്ധിമുട്ടില്ലാതെ തന്നെ ചെയ്തെടുക്കാം. കാരണം നമ്മൾ ആ ബോർഡ് ഒട്ടിക്കുന്നതും പിന്നെ അതിലൊരു 3-4 കോട്ട് പെയിൻറ്റ് അപ്ലൈ ചെയ്യുന്നതൊക്കെയാണ് നമുക്ക് ബുദ്ധിമുട്ടായിട്ടുള്ളൊരു ഭാഗം വരുന്നത്. ബാക്കിയൊക്കെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതിൽ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കളറ്. അപ്പോൾ കളറ് സെലക്ട് ചെയ്യുമ്പം അതെപ്പോഴും നോക്കുക. ഇപ്പോൾ നമ്മളിതിൽ 3-4 കളേഴ്സാണ് ഇൻക്ലൂഡ് ചെയ്യാൻ കരുതിയിട്ടുണ്ടെങ്കിൽ അത് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളേഴ്സൊക്കെ സെലക്ട് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ കളർ സെലക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വെച്ച് നോക്കിയാൽ മതി. ഇപ്പോൾ നമ്മൾ ഒരു ലെറ്റർ നമ്മളെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ഫോം ഷീറ്റ് വെച്ചിട്ട് കട്ട് ചെയ്യുക. അപ്പോൾ അതിലേക്ക് മാച്ച് ചെയ്തിട്ട് നമ്മളെ കയ്യിലുള്ള ഫ്ലവേഴ്സും പിന്നെ വേറെ എന്തെങ്കിലും ഐറ്റംസ്, ഇപ്പോൾ വേറെ ഫ്ലവർ മേക്കിങ്ങിനുള്ള വേറെ എല്ലാ ഐറ്റംസും ഉണ്ടെന്നുണ്ടെങ്കിലും അതും നമുക്ക് ഇതിൻ്റെ ഇടയിൽ വെച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഇതിൽ നമ്മൾ ആ റെഡൊക്കെ നമ്മൾ ഫ്ലവറിൻ്റെ നടുവിൽ വെക്കുന്നതാണ്. ഫ്ലവർ മേക്കിങ്ങിൽ നമ്മൾ നടുവിൽ വെച്ച് കൊടുക്കില്ലേ, അതാണ്. അപ്പം അങ്ങനെ നമുക്ക് അറേഞ്ച് ചെയ്യുമ്പോൾ ഫ്ലവർ വേണമെന്ന് നിർബന്ധമില്ല. നമുക്ക് ഫ്ലവർ മേക്കിങ്ങിന് യൂസ് ചെയ്യുന്ന ഇതുപോലത്തുള്ള ഐറ്റംസൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാം. അതുപോലെ ലീവ്സും ഒക്കെ നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഞാനിവിടെ ചെറിയൊരു ഡിസൈനാണ് ചെയ്യാൻ പോകുന്നത്. കാരണം ഇത് അത്ര വലിയ ബോർഡൊന്നുമല്ല, ചെറിയൊരു ബോർഡാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഓറഞ്ചിൻ്റെ കൂടെ വൈറ്റാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ നമുക്ക് അടുത്തുള്ള ക്രാഫ്റ്റ് ഷോപ്പിൽ നിന്നോ അല്ലെന്നുണ്ടെങ്കിൽ ഫ്ലവറൊക്കെ സെല് ചെയ്യുന്ന ഷോപ്പൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതിലൊക്കെ നമുക്ക് കിട്ടുന്ന ഫ്ലവേഴ്സാണ്. ഇനി അതും അല്ലെങ്കിൽ ആമസോണിൽ നിന്നൊക്കെ ഓൺലൈനായിട്ട് വാങ്ങിക്കാം. അപ്പോൾ നമ്മൾ ഫ്ലവേഴ്സൊക്കെ തന്നെ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷം നമ്മൾ അതിൻ്റെ ഗ്യാപ്പൊക്കെ ഫെവിക്കോൾ വെച്ചിട്ടാണ് ഒന്ന് സെക്യൂർ ചെയ്യുന്നത്. കാരണം ഇത് ഈ ഗ്ലൂ ഗൺ ആകുമ്പോൾ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഇത് അടർന്ന് പോരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് പെട്ടെന്നൊന്ന് സെറ്റായി കിട്ടാനാണ് അങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ ഗ്യാപ്പൊക്കെ നമ്മൾ ഫെവിക്കോൾ വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് അവിടെ തന്നെ നിന്നോളും. പിന്നെ അത് പോരൊന്നുമില്ല. ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടാൻ കുറച്ച് ടൈം എടുക്കുമെങ്കിലും അത് നല്ല സെക്യൂർഡായിട്ട് അവിടെ നിന്നോളും. പിന്നെ ഇതിൻ്റെ സൈഡിൽ കുറച്ച് ഭാഗം ബ്ലാങ്കായി കിടന്നപ്പോൾ ഞാൻ അവിടെ ഒരു ബട്ടർഫ്ലൈനെയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഗ്ലിറ്ററുള്ളൊരു ബട്ടർഫ്ലൈ ആണ്. അപ്പോൾ നമ്മളിത് സ്റ്റിക്കേഴ്സ് വാങ്ങിച്ചപ്പം അതിൻ്റെ കൂടെ വാങ്ങിച്ചതാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് ജസ്റ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യുക. ഇപ്പോൾ ഇതിൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ 2 പ്ലൈവുഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ടേബിളിൽ നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം. നമ്മൾ ഹുക്ക് ചെയ്ത് ചുമരിൽ തൂക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ടേബിളിൽ വെക്കാൻ പറ്റിയതാണ്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഹുക്ക് വെച്ച് കൊടുത്താൽ നമുക്ക് ചുമരിൽ വെക്കാം. പക്ഷേ ഭംഗി എപ്പോഴും ടേബിളിൽ വെക്കുമ്പോഴാണ്. അപ്പോൾ ഇത് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഹാമ്പർ ബോക്സിൽ സെറ്റ് ചെയ്തിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ സിംഗിളായിട്ടും കൊടുക്കാം. നല്ല ഭംഗിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സിംഗിളായിട്ട് കൊടുത്താലും ഇഷ്ടമാവും, എല്ലാവർക്കും ഇഷ്ടമാവും. ഇപ്പോൾ നമ്മളിത് കുട്ടികൾക്കുള്ള ഗിഫ്റ്റിനാണ് ഈ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ വെച്ച് കൊടുക്കേണ്ടത് ഇങ്ങനത്തെ ബ്രൈറ്റ് കളേഴ്സൊന്നും ചൂസ് ചെയ്യരുത്. നമ്മളൊരു ലൈറ്റ് കളേഴ്സ്, ഇപ്പം കുട്ടികൾക്കുള്ള ഗിഫ്റ്റ് ഐറ്റംസിലൊക്കെ നമുക്ക് ലൈറ്റ് കളേഴ്സാണ് ചൂസ് ചെയ്യാൻ നല്ലത്. അതുപോലെ തന്നെ നമുക്കിതിൽ വേണമെന്നുണ്ടെങ്കിൽ ഫോട്ടോ ഒക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം. ഇതിലിപ്പോൾ ഞാനൊന്നും ചെയ്തിട്ടില്ല. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക്
ഫോട്ടോയും കൂടെ ഇതിൻ്റെ സൈഡിൽ വെച്ച് കൊടുക്കാം. ഈ ഒരു ഹാമ്പർ ബോക്സ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം. അപ്പോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൂടെ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. താങ്ക് യു.